അമ്മൽ ഹദീസു. അപ്പൊ ഹദീസിൽ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ട മാർഗം നോക്കാം. ഫീഹി. അപ്പോൾ ഹദീസിൽ ചുരുങ്ങിയ ഒരു രൂപം, ആ ചുരുക്കം എന്താണെന്നറിയോ? തഹ്സീലു മാബി സ്വഹീഹൈനി. ബുഖാരി മുസ്ലിമിൽ സഹിയാക്കിയ കിതാബുള്ള ഹദീസുകളൊക്കെ ഉള്ളത് ബുഖാരി മുസ്ലിമിലാണ് കൂടുതലും സഹീഹ്. അവ ആ സഹീഹായിരിക്കുന്ന രണ്ട് കിതാബിലുള്ള ഹദീസ് കരസ്ഥമാക്കിയാൽ തന്നെ മതി. അതാണ് ചുരുങ്ങിയ രീതി. അതെങ്ങനെ? ബി തസ്ഹീഹി നുസ്ഖത്തിൻ, ഒരു കോപ്പി ശരിയാക്കൽ കൊണ്ട്, അലാ റജുലിൻ ഖബീരിൻ ബി ഇൽമി മത്നിൽ ഹദീസി, ഹദീസിന്റെ മത്തിന് പരിചയമുള്ള നല്ല ജ്ഞാനിയായ ഒരാളുടെ മേലിൽ എന്ത് വേണം? ഈ കോപ്പി ശരിയാക്കി കിട്ടണം. അയാൾ ശരിയാക്കി തന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ തന്നെ മതി. ചുരുങ്ങിയ രീതിയിൽ അത് മതി. അപ്പൊ ഹദീസ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ബുഖാരി മുസ്ലിമിനെ ചുരുക്കം അത് രണ്ടിട്ട് ഹദീസ് മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം ആയല്ലോ. അപ്പൊ ചുരുങ്ങിയ രീതി അതാണ്. പിന്നെ ഇവിടെ സംശയമുള്ളത് റാവിയുടെ പേരാണ്, പേര്. വഅമ്മാ ഹിഫ്ളു ആസാമിർ റിജാലി, ഹദീസ് റിപ്പോർട്ടകന്മാരുടെ പേര് ഹിഫ്ളാക്കലോ, ഫഖദ് കുഫീത ഫീഹി, അതിൽ നിനക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു. ബിമാ, ഒന്ന്, എങ്ങനത്തൊന്ന്, തഹമ്മലുഹു അൻക മൻ ഖബിലക, നിനക്ക് മുമ്പുള്ള ഒരാൾ, മുമ്പ് കഴിഞ്ഞു പോയവർ നിന്നെ തൊട്ടത് വഹിച്ചിട്ടുണ്ട്. ആ വഹിച്ച് വെച്ചത് കൊണ്ട് നിനക്ക് മതി എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ആൾക്കാരെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് മതി. ഇനി നിനക്ക് അതിനെ പറ്റി ആവശ്യമൊന്നുമില്ല. വലക അൻ തുഅവ്വില അലാ കുതുബിഹിം തഊല, വലക അൻ തഊല അലാ കുതുബിഹിം, എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ ഗ്രന്ഥത്തിന്റെ മേൽ എനിക്ക് അവലായാൽ മതി. ഓലെങ്ങനെ പറഞ്ഞെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് പോയാൽ മതി. വലൈസ യൽസമുക ഹിഫ്ളു മുത്തൂനി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിലെ മത്തിനുകൾ ഹിഫ്ളാക്കലൊന്നും നിനക്ക് നിർബന്ധമില്ല. അതിൽ ഹദീസൊക്കെ മനസ്സിലാക്കിയെടുത്താൽ മതി. റാവികളെ കുറിച്ചുള്ള പേര് നീ ശ്രദ്ധിക്കേണ്ടതില്ല. അത് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ആ കിതാബ് നോക്കിയാൽ മതി. വലാകിൻ, എങ്കിലും, തുഹശ്ശിലുഹു, ഹദീസിന്റെ മത്തിന് നീ ഒന്ന് കരസ്ഥമാക്കണം. തഹ്സീരൻ, ഒരു കരസ്ഥമാക്കണം. എങ്ങനെ? തഖ്ദിറു മിൻഹു, അതിൽ നിന്ന് നിനക്ക് കഴിവാകും. അല ത്വലബിമ, ഒന്ന് തേടലിന്റെ മേൽ. എങ്ങനത്തെ ഒന്ന് തഹ്താജു ഇലൈ, അതിലേക്ക് നീ എന്താകും? ആവശ്യമായി വരും. ഇന്ദൽ ഹാജത്തി, ആവശ്യമുണ്ടാവുന്ന സമയം. ആവശ്യമുണ്ടാകുന്ന സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് ഏതാണോ തേടാൻ പറ്റും. അങ്ങനെ തേടാൻ കഴിവുള്ള അത്തരെ ബുഖാരി മുസ്ലിമിൽ നിന്നുള്ള ഹദീസ് കരസ്ഥമാക്കിയാൽ മതി. അത് നീ ചെയ്തോ എന്നാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ഹദീസ് ചുരുങ്ങി പഠിക്കാനുള്ളത്. പിന്നെ റാവിയുടെ പേര് ഹിഫ്ളാക്കലോ, അത് കിതാബ് പരിശോധിച്ചാൽ കിട്ടും ചോദിച്ചു. ഇനി ചുരുങ്ങിയ രീതി പറഞ്ഞു. ഇനി മധ്യമ രീതിയുണ്ട്. അമ്മൽ ഇഖ്തിസാദു ഫീഹി, എന്നാ പിന്നെ ഹദീസിൽ ഒരു മധ്യമായ ഒരു രീതി. അതെന്താ? അൻദുളിഫ ഇലൈഹിമാ, ബുഖാരി മുസ്ലിമിലേക്ക് നീ ചേർക്കലാണ്. മാ, ഒന്ന്, എങ്ങനത്തൊന്ന്? ഖുർരിജ അൻഹുമ, ആ രണ്ടാളെ തൊട്ടും എന്തെയ്യപ്പെട്ടിട്ടുണ്ട്? പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒന്നിനെ അവ രണ്ടുപേരിലേക്കും നീ എന്താക്കണം? ചേർക്കുക. അപ്പൊ അങ്ങനല്ലേ? അൻദുളിഫ ഇലൈഹിമ, അവ രണ്ടുപേരിലേക്കും നീ ചേർക്കുക. മാ, ഒന്നിനെ. ഖറജ അൻഹുമ, അവ രണ്ടാളെ തൊട്ടും ആ ഹദീസ് പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തുപോയ ഹദീസിനെ അവ രണ്ടുപേർക്കും ചേർത്തി പറയാ. അതെന്തിനാലാണ്? മിമ്മ വറദബിൽ മുസ്നദാത്തി സ്വഹീഹത്തി, സ്വഹീഹായിരിക്കുന്ന മുസ്നദുകൾ വന്ന ഹദീസുകൾ ഉണ്ടാവും. ആ സ്വഹീഹായിരിക്കുന്ന മുസ്നദുകൾ വന്ന ഹദീസുകൾ അത് ബുഖാരി മുസ്ലിം റളിയല്ലാഹു പറഞ്ഞ ഹദീസായിട്ടുണ്ടാവും. അത് അവരിലേക്ക് ചേർത്തിക്കൊണ്ടെടുത്ത് മദ്യമായിട്ട് പഠിച്ചോ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങേ അറ്റോന്നാ അപ്പൊ അങ്ങേ അറ്റത്തെടുക്കുക എന്ന് പറഞ്ഞാലോ, പമാ വറഅദാലിക, ഈ പറഞ്ഞതിന്റെ അപ്പുറത്തുള്ളതാണ്. ഇലാ ഇസ്തിആബി കുല്ലിമാ നുഖില
ഉദ്ധരിക്കപ്പെടുന്ന ഏതെല്ലാം ഉണ്ട് അത് മുഴുവത്തിനും ഉൾപ്പെടുത്തുക എന്നത് വരെയുള്ളതാണ് ഇപ്പൊ പ്രശ്നഘട്ടം. ഇതിന്റെ അപ്പുറം കഴിഞ്ഞ് അത് വരെ അങ്ങനെ ചെല്ലുക, അത് അറ്റാണ്. എന്തിനാലാണത്? മിനൽ ലഈഫി, ലഈഫായ ഹദീസ്, വൽ ഖവിയായ ഹദീസ്, സ്വഹീഹ്, സഖീം എന്നൊക്കെ ഉള്ളത്. ഏതോടുകൂടെ മാരിഫത്തി തുറക്കിൽ കസീറത്ത് ബിൻ നഖലി, ഉദ്ധരിക്കുന്നതിൽ അധിക വഴികളും അറിയണം. ആ അറിയലോട് കൂടെ മാരിഫത്തി അഹ്വാൽ റിജാലി, റിപ്പോർട്ടർമാരുടെ അവസ്ഥകൾ അറിയലോടുകൂടെ ആസാമിയും അവിടെ ഇസ്മുകള്, ഔസാമിയും അവിടെ ഗുണങ്ങള്, ഇതെല്ലാം അറിയുന്നതോടൊപ്പം ലൈഫായ ഹദീസ്, ഖവിയായ ഹദീസ്, സ്വഹീഹ്, സഖീം എന്നിത്യാദി കാര്യങ്ങളൊക്കെ അറിയണം. അവിടേക്ക് എത്തുമ്പോഴാണ് ഇസ്തിഖ്സാവാ. ആ ഇസ്തിഖ്സാം വിട്ട് നമ്മൾ ഇഖ്തിസാദിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഇഖ്തിസാദിലേക്ക് എത്തിയാൽ മതിയും. ഇങ്ങനെ 3 ഐറ്റം ഇതിലുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കാലോ. ഹദീസിന്റെ നിലവാരം അങ്ങനെയാണ്. ഇനി ഫിഖ്, അമ്മൽ ഫിഖ്, അപ്പൊ ഫിഖ്ഹോ എന്നാണ്. ഫൽ ഇഖ്തിസാറു ഫീഹി, ഫിഖിലുള്ള ചുരുക്കം അത് അലാമ ഒന്നനുസരിച്ച് പോകാം. യഹ്വിഹി, അതിനെ ഉൾപ്പെടുത്തുന്നു മുഖ്തസറുൽ മുസിനി റഹ്മഹുല്ലാ. മുസിനി തങ്ങൾ എഴുതിണ്ടാക്കിയ ഒരു കിതാബുണ്ട്, മുഖ്തസറുൽ മുസിനി എന്ന് പറയും. അത് മതി, അതിന്റെ മേൽ ചുരുക്കാൻ മതി. അത് ചുരുങ്ങിയ രീതിയാണ്. ഒഹുവല്ലതി, ആ മുഖ്തസറുൽ മുസിനി എന്ന് പറയുന്നത് അല്ലതി ഒരു കിതാബാണ്. റത്തബിനാകു, അതിനെ നമ്മൾ തുറത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഖുലാസത്തുൽ മുഖ്തസർ, ഖുലാസത്തുൽ മുഖ്തസർ കിതാബിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എടുത്താൽ മതി. ഇനി ഇഖ്തിസാദ് ഫീഹി, ഫിഖിൽ മധ്യമായത് മായബിലു സലാസത്ത അംസാലിഹീന. ഇവിടെ മുഖ്തസർ മുസ്നിയുടെ ഇതുപോലെ 3 അതുപോലെ തന്നെ അതിനോട് സമമായി നിൽക്കുന്ന 3 എണ്ണം, അവർ 3 മിസിലുകൾ, അതിനെത്തുന്നൊരു പരിധിയുണ്ട്. അത് കിട്ടിയാൽ ഇഖ്തിസാദായി. വഹുവ, ആ സലാസത്ത് അംസാൽ എന്ന് പറഞ്ഞാൽ അൽ ഖദർ, ഒരു ഖദറാണ്. അല്ലതി, എങ്ങനത്തെ ഖദർ? ഔറദിനാഹു, അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫിൽ വസീത്തി മിനൽ മദ്ഹബി, മദ്ഹബിലുള്ള വസീത്തിൽ, ഫിൽ വസീത്തി മിനൽ മദ്ഹബ് കിതാബുണ്ട്. അപ്പൊ മദ്ഹബിലുള്ള വസീത്തിൽ പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ ആ കാര്യം കൊണ്ടുവന്നു, അത് തേടിയ ഇഖ്തിസാദ് കിട്ടി. ഇനി ഇഖ്തിസാഹു, അതിലുള്ള അറ്റം ഔറദിനാഹു, നമ്മൾ കൊണ്ടുവന്ന ഒന്നെ ഫിൽ ബസീത്തി, ബസീത്തയിൽ കൊണ്ടുവന്നത്, ഇല്ലാമ വറഅദാലിക മുതവ്വലാത്ത്, അതിന്റെ അപ്പുറത്തുള്ള ഒന്നിലേക്ക്, അതേതാ വലിയ വലിയ കിതാബുകളിൽ പറഞ്ഞത്, അവിടേക്ക് പോകാം. അവിടെ പോയാൽ അറ്റമായി. ഈ രീതിയിലൊക്കെയാണ് ഫിഖിലുള്ളത്. ഇനി അമൽ കലാമു, തർക്കശാസ്ത്രം എന്ന് പറഞ്ഞ വിശ്വാസശാസ്ത്രം. ഇപ്പൊ മഖ്സൂദുഹു, ആ കലാമിന്റെ മഖ്സൂദ് എന്താന്ന് ചോദിച്ചാല് ഹിമായത്തുൽ മുഅ്തഖദാത്തി, വിശ്വസിക്കേണ്ട കാരണം ഏതൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ച് കാവൽ നൽകലാണ്, പഴവ് തെറ്റാക്കാൻ വേണ്ടി. അല്ലത്തി, എങ്ങനത്തെ മുഅ്തഖദാത്ത്, നഖലഹ, ആ മുഅ്തഖദാത്തുകളെ ഉദ്ധരിച്ച് തന്നിരിക്കുന്നു. ആര്? അഖിലുസുന്നത്തി, അഖിലുസുന്ന മിന സലഫി സ്വാലിഹി, സലഫുസ്സാലിഹിൽ പെട്ടതായ അഖിലുസുന്നകളുണ്ട്. അവർ ഉദ്ധരിച്ചു തന്നതാണ് വിശ്വാസകാര്യങ്ങൾ. അത് കാവൽ നൽകുക എന്നുള്ളത് കലാമിൽമുൽ കലാം, ലാ ഉവയുർ, അങ്ങനെ അല്ലാതെ ഇല്ലാന്ന്. ഇനി വമാ വറാദാലിക, ഇത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് പോകുന്ന ഒന്ന്, അത് തൊലബുല്ലി കശ്ഫി അഖായിഖുൽ ഉമൂരി, കാര്യങ്ങളുടെ യഥാർത്ഥങ്ങൾ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുക തേടലാണ് അതിന്റെ അപ്പുറത്ത് പോണത്. മിൻ ഗൈരി തരീഖത്തിഹ, അതിനുള്ള വഴികളുണ്ട്. ആ വഴികളൊന്നും സ്വീകരിക്കാതെ ഹഖീഖത്തുകൾ എന്താന്ന് വെളിപ്പെട്ട് കിട്ടുക തേടുക എന്നത് ഇതിന്റെ അപ്പുറത്ത് പോണ വഴികൾ. പിന്നെ മഖ്സൂദു ഹിഫ്ദി സുന്നത്തി, സുന്നത്തിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തഹ്സീൽ റുതുബത്തിൽ ഇഖ്തിസാരി മിൻഹു ബി മുഅ്തഖദി മുഖ്തസരിൻ, ഒരു ചുരുങ്ങിയ രീതിയിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സുന്നത്തിനെ സൂക്ഷിക്കുന്നതിൽ നിന്ന് ഒരു ചുരുങ്ങിയ രീതിയിലുള്ള സ്ഥാനമുണ്ട്, അത് കരസ്ഥമാക്കാൻ നോക്കലാണ്. അതെങ്ങനെ? ഒഹുവ, ആ പറഞ്ഞ ഇഖ്തിസാറ് അല്ലതി അൽ ഖദർ, ഒരു കണക്കാണ്. അല്ലതി, എങ്ങനത്തെ കണക്ക്? ഔറദിനാവും, അതിനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫി കിതാബ് ഖവായിദുൽ അഖായിദ് മിൻ ജുംലത്തി ഹാദൽ കിതാബ്, നമ്മള് ഈ പറയുന്ന ഇഹിയ എന്ന് പറയുന്ന കിതാബിന്റെ കൂട്ടത്തിൽ കിതാബ് ഖവായിദുൽ അഖായിദ് എന്ന് പറയുന്ന കിതാബുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തേടിയ ചുരുങ്ങിയ രീതിയിൽ കിട്ടി. ഇഖ്തിസാദ് ഫി, അതിലുള്ള മദ്യം
മായബിലു ഖദ്റ മിഅത്തി വറക്ക, ഒരു 100 കടലാസിന്റെ കണക്കെത്തും. ആ എത്തുന്ന ഒന്ന് തേടലാണ് മദ്യം. ബഹുവ ആ ഇഖ്തിസാദ് അല്ലദീ ഔറദ്നാഹു, അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫീ കിതാബിൽ ഇഖ്തിസാദി ബിൽ ഇഅ്തിഖാദി എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വയഹ്താജു ഇലൈഹി, അതിലേക്ക് ആവശ്യമായി വരും ഒരു വിശ്വാസി. എന്തിന്? ആ കിതാബിലേക്ക് ആവശ്യമായി വരുന്നുണ്ട്. എന്തിന്? ഇലി മുനാദറത്തി മുബ്തദിഇൻ, ഒരു പുത്തനാശയക്കാരോട് തർക്കിക്കാൻ വേണ്ടി. മുആറദത്തി ബിദ്അത്തി, അവൻ കൊണ്ടുവന്ന ബിദ്അത്തിനെ എതിർക്കാൻ വേണ്ടി. ബിമാ, ഒന്നുകൊണ്ട്. യുഫ്സിദുഹ, അവൻ കൊണ്ടുവന്ന ആ ബിദ്അത്തിനെ നാശമാക്കും. അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് ബിദ്അത്തിനെ എതിർക്കുക, മുബ്തദിനോട് തർക്കിക്കുക എന്നീ കാര്യത്തിന് വേണ്ടി ആവശ്യമായി വരുന്ന വിശ്വാസങ്ങളുണ്ട്. പിന്നെ വയൻസിഉഹ അൻ ഖൽബിൽ ആമി, ഈ ബിദ്അത്തിനെ പൊതുജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുത്ത് കളയണം. അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അവൻ ആവശ്യമായിട്ട് വരും. വദാലിക, അപ്പറഞ്ഞ കാര്യം, ലാ യൻഫഉ, അത് ഉപകാരം ചെയ്യൂല, ഇല്ലാ മഅൽ അവാമി, പൊതുജനങ്ങളുടെ കൂടെ അല്ലാതെ അപ്പറഞ്ഞ കാര്യം നടക്കാൻ കഴിയൂല. എന്തിന്റെ മുമ്പ്? ഖബിലസ്തിദാദി തഅസ്സുബിഹിം, പൊതുജനം ഈ ബിദ്അത്തുകാരുടെ പക്ഷപാതം ഉറക്കുന്നതിന് മുമ്പ്. ഉറച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ഉറക്കുന്നതിന്റെ മുമ്പ് ഇത്തരം വിഷയത്തിൽ നിന്ന് സാധാരണക്കാരെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആവശ്യമുള്ള കിതാബാണ് കിതാബ്. അതെടുക്കാം. ഏത് നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഏത്? ഒരു ഇഖ്തിസാദായിരിക്കുന്ന മധ്യമായ രീതിയിലുള്ള വിശ്വാസം. അത് അമ്മൽ മുബ്തദിഉ, അപ്പൊ മുബ്തദിഉ ബഅദ അൻ യഅലമ മിനൽ ജദലി, തർക്കത്തെ പറ്റി മുബ്തദി അറിഞ്ഞു, അതിന്റെ ശേഷമുള്ള പുത്തനാശയക്കാരൻ, വലൗ ശൈഅൻ യസീറ, ആ തർക്കം കുറച്ചായിക്കോട്ടെ, വളരെ കുറഞ്ഞൊരു വസ്തുവാണ്, എന്നിരുന്ന തർക്കത്തെ പറ്റിയോ മനസ്സിലാക്കി. എന്നാ പിന്നെ അപ്പൊ കല്ലമ യംവഉൽ കലാം, അദ്ദേഹത്തോട് എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം പൊളിച്ച് കൊണ്ടുവരാൻ വല്ലാതെ ഉപകാരം എടുക്കൽ കുറവായിരിക്കും, കിട്ടൂല. അതാണ് കാരണം. എന്താ? ഇന്നക്ക നിശ്ചയമായിട്ട് നീയെ ഈ നഫ്ഹംതഹു, നീ അവനെ മുട്ടുകുത്തിച്ച് മൗനത്തിലാക്കിന്ന് വെച്ചോ. എന്നാലും യത്തുറുക്ക് മദ്ഹബു, മുണ്ടൂലെങ്കിലും അവന്റെ വിശ്വാസം ഉറപ്പിച്ച ബിദ്അത്തിന്റെ മദ്ഹബം കളയൂല. അതാണ് ഉപകാരം കുറവെന്ന് പറയാൻ കാരണം. പിന്നെ വഹാല ബിൽ ഖുസൂരി അലാ നഫ്സിഹി, അവന്റെ സ്വന്തം നഫ്സിന്റെ മേൽ വീഴ്ച കൊണ്ട് അവൻ എന്താകുന്നറിയാമോ? ചാരും ചെയ്യും. ഓ വീഴ്ച പറയാണ്, അവന്റെ വീഴ്ച കൊണ്ട് സ്വന്തം നഫ്സിന്റെ മേൽ അവൻ ചാരി നിൽക്കും ചെയ്യും. ഇത്രയേ ഉണ്ടാവുള്ളൂ. മദ്ഹബ് ഒഴിവാക്കൂല. ഖദ്ദറ, എന്നിട്ടോ സങ്കല്പിക്കും, അന്ന ഇന്ദ വൈരിഹി, ഇവിടെ ഈ സംസാരിച്ച ആളല്ലാത്ത മറ്റൊരാളടുത്താണ് ജവാബൻ മ, എന്തോ ഒരു മറുപടി ഉണ്ട്. വഹുവ, ഇവൻ ആജിസുൻ അന്നു, ആ മറുപടി പറയാൻ കഴിയാത്തവനാണ് ഇവൻ. അപ്പൊ അതുകൊണ്ട് ഇവനല്ലാത്തവരുടെ അടുക്കൽ എന്താണ് മറുപടി പറയാനുണ്ട്. ഇതൊക്കെ സങ്കല്പിക്കും. ഇതാണ് ഒരു വിദ്യാർത്ഥി ഉറച്ചുള്ള കുഴപ്പം. വൈന്നമ അന്ത, അപ്പൊ നിശ്ചയമായിട്ടും നീയ് മുലബിസുൻ അലൈ, അവന്റെ മേൽ ഇൽത്തിബാസാക്കി, ഖുവ്വത്തിൽ മുജാദലത്തി, ഒരു തർക്കിക്കോ എന്നൊരു ശക്തി കൊണ്ട് ഞാൻ ഇൽത്തിബാസാക്കിയെന്നേ ഉള്ളൂ. വേറൊന്നൊരു പ്രയോജനം അവനെക്കൊണ്ട് കിട്ടൂല. അമ്മൽ ആമിയു, അപ്പോൾ ഒരു പൊതുജനം, ഒരു പൊതുമനുഷ്യൻ, ഇദാ സുരിഫാൻ ഹഖി, ഹക്കിനെയും വിട്ട് അവനെ തിരിക്കപ്പെടുകയാണെങ്കിൽ, എന്തുകൊണ്ട്? ബിനൗ ഈ ജദലിൻ, ഒരു തർക്കത്തിന്റെ ഇനം വെച്ചിട്ട് യഥാർത്ഥത്തെയും വിട്ട് ആ മനുഷ്യൻ തിരിക്കപ്പെടുകയാണെങ്കിൽ, യുംകിനു കഴിയും, അൻ യുറദ്ദ ഇലൈഹി ബിമിസ്ലിഹി, അതിലേക്ക് ഹക്കിലേക്ക് അതുപോലോത്തത് കൊണ്ട് മടക്കപ്പെടാൻ കഴിയും. എന്തിന്റെ മുമ്പ്? ഖബിലായി പ്രകൃതിവാദികള്, അങ്ങനത്തെ ആളുകളുണ്ട്, അവരോടുള്ള ഈ ബിദ്അത്തുമായുള്ള കൂടിക്കലരൊക്കെ ഒരു പക്ഷപാതിത്വം ശക്തിപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ ഇത്തരം ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും വക്കിലേക്ക്. നേരെ മറിച്ച് ഫൈദസ്തദ്ദഅസ്സുബുഹും, ബിദ്അത്തുകാരുടെ പക്ഷപാതിത്വം ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഉറച്ചാൽ, വഖൽ യൈസ് മിൻഹും, അവരെ തൊട്ട് ആശ മുറിയിൽ സംഭവിച്ചു. ഒരു സത്യത്തിലേക്ക് മടങ്ങാൻ പ്രയാസമാണ്. കാരണം
ഇത് തഅസ്സുബ്, ഈ പക്ഷപാതിത്വം എന്നുള്ളത് സബബുൻ, അതൊരു കാരണമാണ്. എന്തിന് കാരണം? യർസഖുൽ അഖായിദ ഫിന്നുഫൂസ്, ഹൃദയങ്ങളിൽ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒരു കാരണമായി നിൽക്കും തഅസ്സുബ്. അപ്പൊ അത്തരം ഒരാളുണ്ടെങ്കിൽ ഇവനെ മാറ്റിയെടുക്കാൻ കഴിയൂലാന്ന്. വഹുവ, എന്നാൽ ഈ പറഞ്ഞ സംഗതി മിൻ ആഫാത്തുൽ ഉലമാഇ സൂ, ഇത് മോശമായ പണ്ഡിതന്മാരുടെ ആപത്തിൽപ്പെട്ടതാണ് ഈ പക്ഷപാതിത്വം. കാരണം വൈന്നവും നിശ്ചയമായിട്ടും അവർ യുബാലിയവന് അതിര് കവിയവർ തഅസ്സുബി അധികമാക്കും. തഅസ്സുബി പക്ഷപാതത്തിൽ ലിൽ ഹഖ്, ഹക്കിന് വേണ്ടിയിട്ട് നല്ലോണം പക്ഷപാതം പിടിച്ചിട്ട് അവർ സർക്കിക്കും, അവരധികമാക്കിക്കൊണ്ടിരിക്കും. വയൻദുറൂന ഇലൽ മുഖാലിഫീന, എന്നിട്ട് ഇതിനെ എതിർക്കുന്ന ആൾക്കാരിലേക്ക് അവർ നോക്കും. ബി ഐനിൽ ഇസ്തിറായി വൽ ഇസ്തിഹ്ഖാരി, നിസാരത്തിന്റെയും പരിഹാസത്തിന്റെയും കണ്ണുകളെ കൊണ്ടാണ് ഇതിനെ എതിർക്കുന്ന ആളിലേക്ക് അവർ നോക്കുക. ഇതാണ് മോശമായ പണ്ഡിതന്റെ അടയാളം. അങ്ങനെ ബിൽ മുക്കാഫഅത്തി വൽ മുഖാബലത്തി വൽ മുആലമത്തി, അങ്ങനെ വരുമ്പോൾ ഇവരിന്ന് ഇളകി പുറപ്പെടും ഒരു വാദം, അങ്ങോട്ടും ഇങ്ങോട്ടും കിടപിടിക്കാനുള്ള വാദങ്ങൾ വരും, നേരിടുക എന്നുള്ളത് വരും, ഇടപാടുകൾ വരും. ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ബാത്തിലായ ഒരു കാര്യത്തെ സഹായത്തെ തേടുന്നതിന്റെ മേൽ അവർക്കുള്ള പ്രേരണകളൊക്കെ ഒത്തുകൂടി ലെവലായി നിൽക്കും ചെയ്യും. ഇതാണ്ടാവുക. അങ്ങനെ എന്തിനേക്കാണോ അവരെ ചേർക്കപ്പെട്ടതെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്നതിൽ അവിടെ ആവശ്യം നേടാനും കഴിയും. ഇതൊക്കെ തന്നെ പ്രശ്നം വിധികത്തേറിയിട്ടുള്ളത്. വലോ ജാഉ മിൻ ജാനിബിൽ ലുത്ഫി വർ റഹ്മത്തി വൻ നുസ്ബിൽ ഖൽബ, വൈഞ്ഞ സ്ഥലത്ത് ഒരു സതുപദേശം, ഗുണം, മയം എന്നീ ഭാഗത്തിൽ കൂടെയാണ് അവർ വരുന്നതെങ്കിലും സംഗതി ഓലായി തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു വരികയാണ്, നിസ്സാരമാക്കുക പക്ഷപാതിത്വം എന്ന സ്ഥാനം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുന്ന സ്ഥലമില്ലാതെ ഒരു ഉപദേശം, കരുണ, അതുപോലെ മയം എന്നീ ഭാഗത്തിലൂടെയൊക്കെ അവർ വരികയാണെങ്കിലോ അഞ്ചഹുബി, ആ വിഷയത്തിൽ അവർ രക്ഷപ്പെടും, അല്ലെങ്കിൽ കഴിയൂല. അപ്പൊ തർക്കിച്ചെറുപ്പാക്കിയ കാര്യമല്ല. ഒലാക്കിൽ നമ്മ കാനൽ ജാഹു, എങ്കിലും മേൽമത്രമായപ്പോൾ ലായക്കോമു ഇല്ലാബിൽ ഇസ്തിത്ബായി, അത് അണികൾ കൂടണം എന്നതുകൊണ്ടല്ല നിൽക്കൂല, അണികൾ കൂടി വരണം എന്നതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന ജാഹുണ്ടായിത്തീരുകയുള്ളൂ. അങ്ങനെ വന്നപ്പോ വലായസ്തമിൽ അത്ബാഴു, എന്നാൽ അത്ബായിൽ എന്താവൂല, ചായൽ തേടുന്നില്ല. എന്ത് അത്ബാവിന് മയില് തേടും, ചായൽ തേടില്ല. മിഥല തഅസ്സുബി വല്ലഅനി വസ്സതമിൽ ഖുസൂമി, തർക്കിക്കാൻ വേണ്ടിയിട്ട് ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, ശപിക്കുക, പക്ഷപാതം പോലത്തെ കാര്യങ്ങളൊന്നും എന്താകൂല, പിന്തുടർന്നു വരുന്ന ആളുകളൊന്നും ഐക്യമായാൻ ചായവില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോ ഇത്തഖദു തഅസ്സുബ ആദതഹും വആലതഹും, അപ്പൊ ഇത്തരം പണ്ഡിതന്മാര് പക്ഷപാതിത്വം അവിടെ പതിവാക്കി, അവിടെ ആയുധമാക്കി മാറ്റി. ഇതാണ് പോലെ കാണും. എന്നിട്ടോ സമൂഹു അതിനവർ പേര് വെക്കുകയും ചെയ്തു, ദബൻ അനി ദീനി, ദീനെ തൊട്ട് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തൊരു പേരും വെക്കും. എന്തു കാര്യം? ഇല്ലാലൻ അനി മുസ്ലിമീന, മുസ്ലിമുകൾ വരുന്ന പ്രയാസം തടുക്കാൻ വേണ്ടി എന്നൊക്കെ പറയും. അതിന് പേര് അങ്ങനെ വെക്കാം, അത് ശരിയല്ല. ഒബിഹി, ഇതിലുണ്ട് അല തഹഖീഖി, യഥാർത്ഥത്തിൽ അലാഖുൽ ഖൽഖി, സ്ഥിരനാശമാക്കലുണ്ട്. റസൂഖുൽ ബിദ്അത്തി ഫിൻ നുഫൂസി, മനുഷ്യ ഹൃദയങ്ങളിൽ വേണ്ടാത്ത പുത്തനാശയങ്ങൾ ആഴ്ത്തിയിറക്കലുണ്ട്, സ്ഥിരപ്പെടുത്തലൊക്കെ വരുന്നുണ്ട് ഇത്തരം കാര്യം ചെയ്യുമ്പോ. അപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം. പക്ഷപാതം പിടിച്ച് നടന്നിട്ട് കാര്യമല്ല.